ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മളൊരു കാർ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിങ്ങിൽ എന്തിനാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും തന്നെ ഒരു ധാരണയുണ്ട്. എന്നാൽ എങ്ങനെ ശരിയായ രീതിയിൽ ബ്രേക്ക് ഉപയോഗിക്കണമെന്ന് പലർക്കും തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. അത് വാഹനം സ്ഥിരമായിട്ട് ഓടിക്കുന്ന വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്ന പാരമ്പര്യമുള്ള ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ മൈന്യൂട്ടായിട്ട് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പല ആൾക്കാരും ഡ്രൈവിങ്ങിൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വാഹനം പഠിക്കുന്ന പലർക്കും തന്നെ വാഹനം ഓടിക്കുമ്പോൾ ഓരോ ഗിയറുകളിൽ എങ്ങനെയാണ് ബ്രേക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് പലർക്കും ഒരു ധാരണയില്ല. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ബ്രേക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാത്ത ചില ഡ്രൈവിംഗ് സീക്രട്ടുകൾ ഇന്നത്തെ വീഡിയോയിൽ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ ലഭിക്കുന്നതാണ്. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബ്രേക്ക് ഡ്രൈവിംഗിൽ നമ്മൾ സൂക്ഷിച്ച് ബാലൻസ് ചെയ്യേണ്ട ഒന്നാണ്. അതായത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്യേണ്ട ഒന്നാണ്. ഇതിൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് എന്ന് പറയുന്നത്. അതായത് ബ്രേക്കിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നു. അപ്പം നമ്മുടെ കാലിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബ്രേക്ക് പെഡലിനോട് നേരെ ഈ പൊസിഷനിലായിരിക്കണം വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പൂർണ്ണമായിട്ടും ക്ലച്ച് ചവിട്ടുന്നു, വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്യുന്നു, വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന ആക്സിലറേറ്റർ പെഡലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് ആക്സിലറേറ്റർ കൊടുക്കാൻ പാടില്ല. ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് ബ്രേക്കിലേക്ക് വരാനായിട്ട് ഇങ്ങനെ പൊക്കി ബ്രേക്കിലേക്കും വരാനായിട്ട് പാടില്ല. അപ്പോൾ ഇതിന് ഏറ്റവും ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ബ്രേക്കിന് നേരെ വലത്തേക്കാല് വെക്കുക, ഇങ്ങനെ ചെരിച്ച് ആക്സിലറേറ്റർ പെഡലിലേക്ക് വരിക. ഇനി ബ്രേക്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് ഇതുപോലെ ബ്രേക്കിലേക്ക് വരിക. അതായത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുകയാണ്, ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഒരു റൗണ്ട് തിരിക്കുന്നു, ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് ഞാൻ ചിരിച്ചു വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പതിയെ ഹാഫ് ക്ലച്ച് പോയിന്റിൽ വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇതേ വാഹനം ഇവിടെ എടുത്തു. വാഹനം എടുത്ത് നമ്മുടെ വാഹനം ഇതുകൊണ്ട് ആവറേജ് റണ്ണിങ് ആണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഇപ്പം എതിരെ ഒരു വണ്ടി വന്നപ്പോൾ ഞാൻ ഇവിടെ ചെയ്തത് ആക്സിലറേഷൻ അയച്ച് വാഹനത്തിന്റെ വേഗത കുറച്ച് വണ്ടിയെ ഒതുക്കുകയാണ് ചെയ്തത്. എന്നാൽ ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു പ്രശ്നമാണ്, ഇതുപോലെ നമ്മുടെ വാഹനം ഇപ്പം മുന്നിൽ വന്നത് ഒരു ചെറിയ കയറ്റം കയറിയാണ് വരുന്നത്. അങ്ങനെ ഒരു കയറ്റം കയറുമ്പോൾ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തുടക്കക്കാരെടുത്ത് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കും. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഓൾറെഡി നമ്മൾ ആക്സിലറേഷൻ കയറ്റത്ത് അയക്കുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറയും. നമ്മൾ ആക്സിലറേഷൻ അയച്ചിട്ട് ബ്രേക്കിലേക്ക് എടുത്താണ് നമ്മൾ ചവിട്ടുന്നതെങ്കിൽ വണ്ടി ചിലപ്പോൾ ആ റോഡിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യണ്ട. ഇപ്പം നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയർ വരികയാണ്, ഞാൻ എൻ്റെ കാലിതുകൊണ്ട് ബ്രേക്കിലേക്ക് ഇപ്പം മെല്ലെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പതിയെ ബ്രേക്കിനെ ബാലൻസ് ചെയ്ത് സ്ലോ ചെയ്യാവുള്ളൂ. ഈ ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഹാർഡായിട്ട് ചവിട്ടേണ്ട ഒന്നല്ല. അത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് ഓർക്കുക. ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡായിട്ട് ചവിട്ടും. അങ്ങനെ ചെയ്യരുത്. ഞാനിവിടെ ബ്രേക്ക് ചെയ്യുന്ന സമയത്തുണ്ട് ചെറുതായിട്ടൊന്ന് ചവിട്ടി സ്ലോ ചെയ്തു, ഉടൻ തന്നെ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തതുകൊണ്ടോ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. അങ്ങനെ നിങ്ങൾ വാഹനത്തിൽ ബ്രേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക. ഇപ്പം ഞാനൊരു ജംഗ്ഷനിലേക്ക് വരുന്നതുകൊണ്ടോ ബ്രേക്കിലേക്ക് ആദ്യം വന്ന് പതിയെ വണ്ടി സ്ലോ ചെയ്ത് വണ്ടി നിർത്തേണ്ട സാഹചര്യം വന്നപ്പോൾ ബ്രേക്കിനോടൊപ്പം ഇതുകൊണ്ട് ക്ലച്ചും കൂടെ ചവിട്ടി ഇതുകൊണ്ട് ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് ഒന്ന് പതിയെ അയച്ച് ഇതുകൊണ്ട് സ്റ്റിയറിംഗ് നേരെയാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്കിനെ ഒന്ന് ബാലൻസ് ആക്കുന്ന മെത്തേഡുണ്ട്. ഈ ഹാർഡായിട്ട് ചവിട്ടി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, വണ്ടി ഇവിടെ ഇതുകൊണ്ട് തീർത്തും നിന്നു പോകും. അതായത് വണ്ടി അവിടെ നിൽക്കും. ഇനി നമ്മൾ തീർത്തും അയച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ വേഗത കൂടും. അപ്പം നമ്മൾ ബ്രേക്കിനെ അങ്ങനെ തീർത്തും അയച്ചോ അല്ലെങ്കിൽ ഹാർഡായിട്ട് ചവിട്ടിയല്ല ബാലൻസ് ചെയ്യേണ്ടത്. നമുക്ക് എത്ര വേഗത്തിലാണോ വണ്ടി പോകേണ്ടത് അതിനനുപാതികമായിട്ട് നമ്മൾ ബ്രേക്കിനെ ബാലൻസ് ആക്കാനായിട്ട് പഠിക്കണം. ഇപ്പം ഞാൻ ഹാർഡായിട്ട് ചവിട്ടിയേക്കാണ്, ആ ഒരു ഭാഗത്ത് നിന്ന് ഞാനൊന്ന് പതുക്കെ അയക്കുകയാണ്. പതുക്കെ ചെറുതായിട്ട് അയച്ചു കഴിഞ്ഞതുകൊണ്ടോ വണ്ടി ഇങ്ങനെ അനങ്ങിപ്പോവും. ഇങ്ങനെ ബാലൻസ് ചെയ്യണം. ഇനി ഞാൻ ഇത്തിരി കൂടെ ബ്രേക്ക് ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എൻ്റെ വണ്ടിയുടെ ബ്രേക്കിൻ്റെ ഇതുണ്ട്, വാഹനത്തിൻ്റെ വേഗത കൂടി. കൂടി. ഇനി നമുക്ക് വീണ്ടും സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് കുറച്ചും കൂടെ നമ്മൾ ചവിട്ടി വാഹനത്തിന്റെ ബ്രേക്കിനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് സ്ലോ ചെയ്യുക. ഇപ്പം ഇതുകൊണ്ടോ വണ്ടി അനങ്ങി പോവാണ്. നമുക്ക് അപ്പോൾ ഇങ്ങനെ ബ്രേക്കിനെ ബാലൻസ് ചെയ്യാം. ഇനി വീണ്ടും ഇത്രയും കൂടെ നമുക്ക് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബ്രേക്ക് ഒരു ചെറുതായിട്ട് അയച്ചു കൊടുത്താൽ വാഹനത്തിന്റെ വേഗത നമുക്ക് കൂട്ടാനായിട്ട് കഴിയും. ഇപ്പം നമ്മളൊരു ട്രാഫിക് പോലെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഇറക്കങ്ങളിലുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഗിയറിൽ ഇറങ്ങി ബ്രേക്കിനെ ഈ മെത്തേഡിൽ ബാലൻസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ വണ്ടി ഇതുകൊണ്ട്
സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്ന് ഞാൻ ക്ലച്ച് റിലീസ് ചെയ്തു. എന്നിട്ട് ഇതുകൊണ്ട് ബ്രേക്ക് ചെയ്തതുകൊണ്ട് വണ്ടി ഞാനിവിടെ സ്ലോ ചെയ്തു. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, പതിയെ ബ്രേക്ക് അയച്ച് വണ്ടിയുടെ മൂവിങ് ആക്കി. അപ്പോൾ പതുക്കെയാണ് അയക്കുന്നത്. വീണ്ടും ഒന്ന് സ്ലോ ചെയ്യാനായിട്ട് ഇതുകൊണ്ട് ചെറുതായിട്ട് ചവിട്ടി, ഹാർഡായിട്ട് ചവിട്ടിയാൽ നിന്ന് പോകും, ചെറുതായിട്ട് ചവിട്ടി വണ്ടി ഞാൻ സ്ലോ ചെയ്തു. അപ്പോൾ എൻ്റെ വണ്ടിയുടെ വേഗത കുറയ്ക്കാൻ കഴിയും. ഇങ്ങനെ ബ്രേക്ക് മാത്രം ഗിയറിൽ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പ്രോപ്പറായിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കണം. പലരും തന്നെ ഇതൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം. ഒന്നെങ്കിൽ ഹാർഡായിട്ട് ബ്രേക്ക് കിട്ടും, അല്ലെങ്കിൽ ബ്രേക്കാൻ അയക്കാൻ പറഞ്ഞാൽ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യും. ഇതിന് ഇടയ്ക്ക് നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ആക്കുന്നത് പോലെ ബ്രേക്കിനെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം. ഇനി നമുക്ക് ഓരോ ഗിയറിലും ഡ്രൈവിങ്ങിൽ ബ്രേക്ക് യൂസ് ചെയ്യേണ്ട മെത്തേഡുകളുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡ് ആക്കുന്നു, റോഡ് സ്ട്രെയിറ്റ് ആകുന്നു, ഞാൻ ക്ലച്ച് പിടിച്ചു തേർഡിലേക്ക് ഇടുന്നു. ഇപ്പോൾ ഒരു 30 കിലോമീറ്റർ വേഗതയിൽ പോകണം. അപ്പം ഞാൻ ബ്രേക്കിലേക്ക് മെല്ലെ കാലെടുത്ത് വെച്ചു, സ്ലോ ചവിട്ടി കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇവിടെ ചെറിയൊരു കുഴി പോലെ ഏരിയ വന്നപ്പോൾ ഒന്ന് ചവിട്ടി സ്ലോ ചെയ്തു, ഉടൻ തന്നെ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ആക്സിലറേഷൻ കൊടുത്തു. കാരണം തേർഡ് ഗിയറിൽ വാഹനത്തിന് നമുക്ക് കൊടുക്കേണ്ട ഒരു വേഗതയുണ്ട്, ഒരു കുറഞ്ഞ വേഗതയുണ്ട്. അത് നമുക്ക് ബാലൻസ് ചെയ്യണം. ആ ഒരു കുറഞ്ഞ വേഗത എന്ന് പറയുന്നത് ഒരു 25 കിലോമീറ്റർ എങ്കിലും ആയിരിക്കണം. അപ്പോൾ ആ വേഗതയ്ക്ക് ആനുപാതികമായിട്ട് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, ബ്രേക്ക് ചവിട്ടാവുള്ളൂ. ഇതേ ഇപ്പം ഞാൻ ബ്രേക്ക് ചവിട്ടി സ്ലോ ചെയ്തു, വീണ്ടും കണ്ടോ ഞാൻ ആക്സിലറേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിൽ കുറവ് നമുക്ക് വാഹനത്തിന് വേഗത വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്തേക്കുക. എന്നിട്ട് നമ്മൾ കാലയച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ വേഗതയിലാണ് നമ്മുടെ വാഹനം പോകുന്നത്. ഇനി ഇതിലും കുറഞ്ഞ വേഗതയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടെ കയറ്റത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, ഇപ്പോൾ നമ്മുടെ വാഹനം പോകുന്നത് ഒരു 15 കിലോമീറ്റർ വേഗതയിൽ. ഇതുകൊണ്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തതുകൊണ്ട് ഈ കയറ്റത്ത് എൻ്റെ വണ്ടി കയറിപ്പോവാണ്. അങ്ങനെ നിങ്ങൾ ഓരോ ഗിയറിലും വാഹനത്തിന് വേഗത, എത്ര വേഗത വേണമെന്ന് മനസ്സിലാക്കണം, എങ്ങനെ ബ്രേക്ക് ചവിട്ടണമെന്ന് ഡ്രൈവിങ്ങിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പം ഞാനിതുകൊണ്ട് സെക്കൻഡ് ഗിയർ കൊടുത്തു. ഒരു 20 കിലോമീറ്റർ വേഗത നമുക്ക് സെക്കൻഡ് ഗിയറിൽ വേണം. ആ വേഗത നമ്മൾ ബാലൻസ് ചെയ്ത് ബ്രേക്കിനെ ചവിട്ടാവുള്ളൂ. അതിൽ കുറഞ്ഞ വേഗതയിലേക്ക് നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാനിപ്പോൾ 20 കിലോമീറ്റർ വേഗത ബാലൻസ് ചെയ്തു വരികയാണ്. ഞാൻ ഒന്ന് ബ്രേക്ക് ബാലൻസ് ചെയ്യുന്നു. ഇനി ഞാൻ ഇതിൽ കൂടുതലാണ് ബ്രേക്ക് ഇവിടെ ചവിട്ടി കൊടുക്കുന്നത്, എന്ത് ചെയ്യും, എൻ്റെ വാഹനം സ്ലോ ചെയ്തിട്ട് നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതെ എന്ത് ചെയ്യണം, നമ്മൾ വാഹനത്തെ ബ്രേക്ക് ഉപയോഗിച്ച് ബാലൻസ് ചെയ്യണം. ഇപ്പോൾ ഇതുകൊണ്ടോ ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ ഒരു 30 കിലോമീറ്റർ അടുത്ത് വേഗത വരുന്നതിനനുസരിച്ച് ഇതുകൊണ്ട് ഞാൻ ബ്രേക്കിനെ ഒന്ന് ബാലൻസ് ചെയ്തു. കണ്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്യുന്നു. വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുകയാണ്. അവിടെ ഹാർഡ് ബ്രേക്ക് അല്ല ചെയ്യുന്നത്. വീണ്ടും ഇതുകൊണ്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കി. ഇതുകൊണ്ട് ബ്രേക്ക് മെല്ലെ ബാലൻസ് ചെയ്തു. ആ 30 കിലോമീറ്റർ വേഗത നമ്മൾ ബാലൻസ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. ഇനി വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത ആ വേഗതയെ നമ്മൾ തേർഡ് ഗിയറിൽ ബാലൻസ് ആക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് പിടികിട്ടിയോ? വീണ്ടും ഞാൻ ഫോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ 4ാമത്തെ ഗിയറിൽ എൻ്റെ വണ്ടി പോവാണ്. 4ാമത്തെ ഗിയർ പോകുമ്പോൾ നമുക്ക് കുറഞ്ഞത് ഒരു 40 കിലോമീറ്റർ അടുത്ത് വേഗത വേണം. ആ വേഗതയിലായിരിക്കണം നമ്മളിവിടെ ബ്രേക്ക് ബാലൻസ് ചെയ്യേണ്ടത്. ഇപ്പം ഞാനൊരു 35-40 ഇടയ്ക്കാണ് ബ്രേക്ക് ബാലൻസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇറങ്ങി വരികയാണ്. ഇനി ഇതിൽ കൂടുതൽ വേഗത കുറയ്ക്കാനായിട്ട് ഞാൻ എന്നാൽ ബ്രേക്ക് ചവിട്ടി കൊടുക്കാമെന്ന് കരുതി ഞാൻ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഇതുകൊണ്ട് വണ്ടിയുടെ വേഗത കുറഞ്ഞു വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഉള്ളിൽ വിറയിൽ വരികയാണ്. കാരണം 4ാമത്തെ ഗിയറിൽ ഈ 20 കിലോമീറ്റർ വേഗത സ്ലോ ചെയ്ത് എൻ്റെ വണ്ടി പോകാനായിട്ട് മടി കാണിക്കുകയാണ്. അപ്പോൾ അത് പറ്റത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ബ്രേക്ക് അയച്ചു കൊടുത്തതുകൊണ്ട് ഒരു 30 കിലോമീറ്റർ 40 ഇടയ്ക്ക് വേഗത വന്നപ്പോൾ ആ വിറയിൽ മാറി. ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയോ? അങ്ങനെ നിങ്ങൾ ഓരോ ഗിയറിലും ബ്രേക്കിനെ യൂസ് ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്കും എന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.